എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. അച്ചിങ്ങപ്പയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുപാട് അച്ചിങ്ങപ്പയറൊന്നും ആവശ്യമില്ല. ഒരു 4-5 വലിയ വള്ളിപ്പയർ അല്ലെങ്കിൽ അച്ചിങ്ങപ്പയർ എടുക്കാം. ഒരുപാട് ചെറുതായിട്ട് നീളം കുറച്ച് അരിയേണ്ട, കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഉള്ളവർ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം ഇട്ട് വേവിച്ചെടുത്താലും ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയുടെ പകുതി അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തേങ്ങയുടെ പകുതി ആയാലും ചേർക്കാം. 2-3 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു കറിക്ക് ചെറിയൊരു പുളി നല്ലതാണ്. തക്കാളി ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, വാളംപുളി പിഴിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി അതിലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ പച്ചക്കുത്ത് മാറി ആ ഒരു പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴാണ് അരപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ചെറിയൊരു പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് പുളി ചേർത്താൽ മതി. അതല്ലാത്തവരാണെങ്കിൽ പുളിയില്ലാതെയും ഈ കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് കൂടെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.